നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. എങ്ങോട്ട്? ഉള്ളാളത്തേക്കല്ല, ഭീമാപള്ളിയിലേക്കല്ല, മൻമത്ത് ബീവിയിലേക്കല്ല, മടവൂരിലേക്കല്ല, ഏർവാടിയിലേക്കല്ല, നാഗൂറിലേക്കല്ല, അജ്മീറിലേക്കല്ല. അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس خلق السماوات بغير يمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله. ആ പടച്ചവനിലേക്ക്, സൂര്യചന്ദ്രന്മാർ ആരാധിക്കുന്ന പടച്ചവനിലേക്ക്, ആകാശഭൂമികളുടെ തമ്പുരാനിലേക്ക്, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം 26-ാം അധ്യായം സൂറത്ത് ശുആറാ 23-ാമത്തെ വചനം. അതെ, അതാണ് ഫമൻ റബ്ബുകുമാ യാ മൂസ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്ത ആകാശത്തെ സൃഷ്ടിച്ചവൻ ദൈവം. അത് ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, യേശുക്രിസ്തുവല്ല, വേളാങ്കണ്ണി മാതാവല്ല, ഉള്ളാളന്നങ്ങളല്ല, മൊയ്തീൻ ശൈഖല്ല, മമ്പറന്നങ്ങളല്ല, ഭീമാ ഉമ്മിച്ചയല്ല, പെരുമത്ത് ലേവിയല്ല, പടച്ച തമ്പുരാൻ, എന്നെയും നിന്നെയും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവരെയും ഇല്ലാത്തവനെയും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയെയും കൃമികീടങ്ങളെയും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ആയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെയും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തെയും അതിന്റെ ഗർജനം കേട്ട് ഓടിയൊളിക്കുന്ന മാൻപേടയെയും എല്ലാം സൃഷ്ടിച്ച അധിപതിയായ ഡെസേർട്ടിലെ ഒരു മണൽത്തരിക്ക് സ്ഥാനജലം ഉണ്ടാകുന്നുവെങ്കിൽ അതറിയുന്ന കോടാനുകോടി കാനനങ്ങളിൽ, കോടാനുകോടി വൃക്ഷങ്ങളിൽ, കോടാനുകോടി ശാഖകളിൽ, കോടാനുകോടി ഇലകളിൽ ഒരു ഇല കൊഴിയുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഏകാധിപതിയായ, സ്വച്ഛാധിപതിയായ, പരമകാരുണ്യകനായ, അളവറ്റ ദയാവരനായ, ദീദീപികനായ, വിരാട് പുരുഷനായ, ഹിരണ്യഗർഭനായ, ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, ഏകം സദ്ബഹുദ വിപ്രാവദന്തി യോ ദേവാനാം നാമത ഏകേവ അന്തം തമഃ പ്രവിശന്തിയേ സമ്പൂത്യമുപാസതേ തതോ ഭൂയ ഇവതേ യഹു സമ്പൂത്യമൃതഃ എന്ന് വേദം വളരെ കണിശമായി പഠിപ്പിച്ച ശിർക്കിൽ നിന്ന് മോചിച്ച് ഏകദൈവത്തെ ആരാധിക്കുന്നതിലെ ഇവിടെ പട്ടമിട്ട് പറക്കുന്ന ഈ കൊച്ചു പ്രാണികൾ കണ്ടില്ലേ, അതിനെ രൂപകൽപ്പന ചെയ്ത ആ ഡിസൈനർ ആരോ, ആ സിട്ടാവനെ ആരാധിക്കാൻ. ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അവന്റെ സൃഷ്ടിയാണ്. അവനിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ വായു നൽകിയ, വെള്ളം നൽകിയ, പിടിക്കാനുള്ള കൈ നൽകിയ, നടക്കാനുള്ള കാല് നൽകിയ, കാണാനുള്ള കണ്ണ് നൽകിയ, കേൾക്കാനുള്ള കാത് നൽകിയ, ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ പരമകാരുണ്യകനായ ആ അല്ലാഹുവിനോട് നെഞ്ചകം വെച്ച് പൊട്ടിക്കരഞ്ഞ് തേടാൻ മഹിതമാണ് ഈ സന്ദേശം.